സാഞ്ചസ് മിസ് ആണ്. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. അതായത് നിങ്ങൾ ക്ലാസ് 7 നിന്ന് ക്ലാസ് 8 പാസ്സാകാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇത്രയും കാലം ക്ലാസ് 7 പഠിച്ചത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലെ, വളരെ ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇനി ക്ലാസ് 8 എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, എത്രത്തോളമാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ചിന്തിക്കേണ്ട സമയമായി. കാരണം ഇനി സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും നമുക്ക് ബാക്കിയില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കേണ്ട ടൈമാണ്. ക്ലാസ് 8 നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ച്വലി കുറച്ച് കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളാണ്. കാരണം നമുക്ക് പഠിക്കാനുള്ള കോണ്ടന്റിന്റെ എമൗണ്ട് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇത്രയും കാലം ബേസിക് സയൻസ് മാത്രം പഠിച്ച നമുക്ക് ഇനി പഠിക്കാനുള്ളത് ബേസിക് സയൻസിനെ നമ്മൾ 3 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഫിസിക്സ് പഠിക്കാനുണ്ട്, കെമിസ്ട്രി പഠിക്കാനുണ്ട്, ബയോളജി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകില്ലേ പഠിക്കാനുള്ളതിൻ്റെ എമൗണ്ട് കൂടുകയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം അല്ലേ. അപ്പോൾ ഈ ഒരു ഹെൽപ്പ് വേണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ ഫീഡ് ചെയ്ത് തരാം അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക, ആ ഒരു ഹെൽപ്പാണോ? അല്ല. മിസ് ചോദിക്കട്ടെ, നിങ്ങൾ ഈ 7th എക്സാം എഴുതിയതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്? എല്ലാം മറന്നില്ലേ? ആ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾ മറക്കും. കാരണം നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. ബിക്കോസ് അത് നമുക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, ക്ലാസ് 8 മുതൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാനുണ്ട്. 8ൽ പഠിച്ച് 9th പഠിച്ച് 10th, ഇങ്ങനെ കണ്ടിന്യൂഷൻ ക്ലാസ് 12 വരെ അത് പോകും. ക്ലാസ് 12 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യേണ്ട ഒരു ടൈമായി. പിന്നെ നമുക്ക് ഇതൊന്നും റീതിങ്ക് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ ഒന്ന് റീചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് 9th മാർക്സ് കുറയാൻ ചാൻസ് ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും 8th ടോപ്പിക്ക് പഠിക്കേണ്ടി വരും, 10th എത്തിക്കഴിഞ്ഞാൽ പിന്നെയും 9th ടോപ്പിക്ക് പഠിക്കേണ്ടി വരും. എന്തിനാണ് ഈ ഡബിൾ പണിക്ക് നിൽക്കുന്നത്? ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊന്ന് നീറ്റായിട്ട് പഠിച്ചാൽ പോരെ. എങ്ങനെയാണ് നമ്മൾ ഈ നീറ്റായിട്ട് പഠിക്കുക? കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. എങ്ങനെയാണ് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നത്? വളരെ ബേസിക് ആയിട്ട് മുതൽ കുറച്ച് ഹയർ ലെവൽ വരെ എന്ന് കരുതി ഒരുപാട് പഠിക്കാനല്ല. ഓക്കെ, ഒരു കോൺസെപ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ഏത് ടൈപ്പ് ചോദ്യം ചോദിച്ചാലും ആ കോൺസെപ്റ്റിനെ പറ്റി നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞാലും നമുക്ക് സാധിക്കണം. ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല. എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക? അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റേസ് ഫൗണ്ടേഷൻ ക്ലാസ്സസ് വരാൻ നമ്മുടെ യൂട്യൂബ് കോണ്ടന്റ് വീഡിയോസിലൂടെയും അതേപോലെ തന്നെ ആപ്പ് ക്ലാസ്സസിലൂടെയും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഫൗണ്ടേഷൻ ലെവലിൽ കോൺസെപ്റ്റ്സും ടോപ്പിക്സും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കരിയർ തന്നെയാണ് നിങ്ങൾ ഈ ഒരു സമയം മുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈമാണ്. നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ എക്സാമിൻ്റെ തലേ ദിവസം മാത്രം ക്ലാസ് കണ്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം മാത്രം ബൈ ഹാർട്ട് പഠിച്ച് മാർക്സ് വാങ്ങുന്നൊരു പീരീഡ് കഴിഞ്ഞു. കാരണം ക്വസ്റ്റ്യൻസ് മാറുകയാണ്, എക്സാംസ് മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ക്ലാസ്സിലെ ഹൈ മാർക്സ് കിട്ടുന്ന ആൾക്ക് പോലും സ്കോളർഷിപ്പ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമുക്ക് ക്ലാസ്സസിന് പുറമെ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസ് പുറത്തുണ്ട്. നമുക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏർണിങ്സ് കിട്ടും. ഈ എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ്സിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇതാ റേസ് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ മിസ്സിന് അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ മിസ് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. All the best.